ഇത് കേരളത്തിൽ വ്യാപകമായി നടന്നു വന്ന വഖഫ് സ്വത്തുക്കളുടെ കൊള്ള നിർത്തുന്നതിന് വേണ്ടി സർക്കാർ എടുത്ത നടപടിയാണ്. ഇവിടെ കുറ്റിക്കാട്ടൂരുടെ ഭൂമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വഖഫ് ബോർഡിലെ മെമ്പറായിരുന്ന ശ്രീ മായിൻ, അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് ഈ ഭൂമി കൈയേറിയത്. ഇന്ന് വഖഫ് ബോർഡ് ശക്തമായ തീരുമാനമെടുക്കുകയും ആ ഭൂമി തിരിച്ച് ജമാഅത്ത് കമ്മിറ്റിക്ക് നൽകി അതിന്റെ ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോൾ റവന്യൂ വകുപ്പ് അവർക്ക് നൽകിക്കഴിഞ്ഞാണ്. കൈവശ രേഖ, നികുതി അടച്ചു, അത്ര എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു. ഇനി അവർക്ക് അവിടെ കയറി അവരുടെ ജമാഅത്ത് കമ്മിറ്റിക്ക് നേരിട്ട് തന്നെ അത് നടത്താവുന്നതാണ്. മറ്റൊരു ഫോർമാലിറ്റീസും ഇപ്പോൾ അതിൽ ബാക്കിയില്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യമുള്ളത്, കേരളത്തിലെ മറ്റുള്ള വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട നടപടികൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. ഇപ്പൊ പലതും നമ്മൾ കഴിയുന്നത്ര ഭൂമികൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കോടതികളുമായി ബന്ധപ്പെട്ട കേസുകൾ ഉള്ളതിനാൽ ചില ഭൂമികൾക്ക് ചെറുതായി താമസം നേരിടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പും വഖഫ് വകുപ്പും ചേർന്നുകൊണ്ട് പുതിയൊരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതിൽ അംഗങ്ങളാണ്. അതുകൂടി പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ഭൂരിപക്ഷം വഖഫ് സ്വത്തുക്കളും തിരിച്ചു പിടിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വഖഫ് ഭൂമികളുടെ സർവേ, ഡിജിറ്റൽ സർവേ നടത്താൻ കമ്മീഷണറായ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, ശ്രീ അനീഷ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ നടപടികളും പുരോഗമിച്ചു വരികയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് തീർപ്പാക്കി പൊതുസ്വത്തുക്കൾ, വഖഫിന്റെ പൊതുസ്വത്തുക്കൾ വഖഫിന്റെ കീഴിൽ തന്നെ കൊണ്ടുവരാനുള്ള നടപടികളാണ് ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നത്. താങ്ക് യു. മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രതികരണമാണ് കണ്ടത്. സംസ്ഥാനത്ത് അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കളെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ആദ്യ ചുവടാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. കോടതിയിൽ സങ്കീർണമാക്കപ്പെടാത്തവയെല്ലാം വളരെ വേഗത്തിൽ തീർപ്പാക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. മുഹമ്മദ് അസ്ലമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.